Hi friends, welcome to KTET Social Science Study Hub. Today we are discussing what is KTET and its complete syllabus. നമ്മളിപ്പം KTET എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സിലബസിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കതിലേക്ക് കടക്കാം. എന്താണ് KTET? KTET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് കേരള പരീക്ഷാ ഭവനാണ്. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ എലിജിബിലിറ്റി ടെസ്റ്റാണ് KTET എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കാറ്റഗറീസ് കുറച്ചുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 കാറ്റഗറീസ് ആണ് ഉള്ളത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ആണ്, 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെയുള്ളത്. പിന്നെ കാറ്റഗറി 2 എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി ആണ്, നമ്മൾ UP സെക്ഷനിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു 5 to 7 ക്ലാസ്സസ് വരെ. പിന്നെ കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹൈസ്കൂളാണ്, 8th തൊട്ട് 10th വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റാണ്. പിന്നെ കാറ്റഗറി 4 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് കാറ്റഗറി 2ഉം കാറ്റഗറി 3യും നമുക്ക് ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കാറ്റഗറി 1ഉം കൂട്ടിച്ചേർത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് 4 എണ്ണമായിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTETൻ്റെ സിലബസ് ആണ്. ഓൾറെഡി അതിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് സിലബസ് അവൈലബിൾ ആണ്. കാറ്റഗറി 1ൻ്റെയും 2ൻ്റെയും 3യുടെയും 4ൻ്റെയും സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പം നോക്കുന്നത് കാറ്റഗറി 3യുടെയാണ്, അതായത് ഹൈസ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ സിലബസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 150 മാർക്സ് ആണ് ടോട്ടൽ പറയുന്നത്. അപ്പം ഓരോ സെക്ഷനിൽ വരുന്നവർക്കും സ്കോർ ചെയ്യേണ്ട മാർക്കുണ്ട്. ജനറൽ കാറ്റഗറി വരുമ്പോഴത്തേക്ക് 90 മിനിമം നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. അതേപോലെ ഓരോ കാറ്റഗറിക്കും 83, 85 അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. അതിൽ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അഡോളസെൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അഡോളസെൻറ്റ് സൈക്കോളജിയിൽ അഡോളസെൻസ് എന്താണ്, അവരുടെ പ്രോബ്ലംസ് എന്താണ്, പിന്നെ അവരുടെ അതിൻ്റെ നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ പിന്നെ കുറച്ച് ഡെവലപ്മെൻറ്റൽ തിയറീസ് ഉണ്ട്, പിയാഷെ, ബ്രൂണർ, ഫ്രോയിഡ്, എറിക്സൻ്റെ ഒക്കെ. പിന്നെ സെക്കൻഡ് സെക്ഷൻ വരുന്നതെന്ന് പറയുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അവിടെ നമുക്ക് 15 മാർക്സിനാണ് വരുന്നത്. അവിടെയും കുറേയധികം ലേണിംഗ് എന്താണെന്നും ഫാക്ടേഴ്സ് എന്താണെന്നും അതിൻ്റെതും, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, തിയറീസ് ഓഫ് ലേണിംഗ്, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട് 15 മാർക്സിന്. അടുത്ത തേർഡ് സെക്ഷൻ വരുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൽ ടീച്ചറിൻ്റെ റോൾ എന്താണ്, അതേപോലെ ടീച്ചിങ് എന്താണ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എങ്ങനെയാണ്, ഒരു ടീച്ചറിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം, അതേപോലെ NCF, KCF, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് സൈക്കോളജിക്ക് നമ്മൾ 40 മാർക്സാണ് നമ്മളവിടെ സ്കോർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൽ അഡോളസെൻറ്റ് സൈക്കോളജി എന്ന പോർഷനിൽ നിന്ന് 10 മാർക്സേ ഉള്ളൂ. ബാക്കി 2 സെക്ഷനിൽ നിന്ന് നമുക്ക് 15 മാർക്സ് വെച്ചിട്ട് 2 സെക്ഷനിൽ നിന്നുണ്ട്. അപ്പോൾ അത്രയും സെക്ഷൻ തന്നെ 30 മാർക്സ് ഉണ്ട്. 10 മാർക്സ് മാത്രമാണ് അഡോളസെൻറ്റ് സൈക്കോളജിയിൽ ഉള്ളത്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണെങ്കിലും CC പോലുള്ള ICT, AV, അങ്ങനത്തെയൊക്കെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പം നമ്മളത് നോക്കണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സെക്കൻഡായിട്ട് നമുക്കൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഇങ്ങനെ 4 ലാംഗ്വേജസ് ആണ് നമുക്ക് പറയുന്നത്. അതായത് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജിനെ പറ്റിയിട്ട് അറിയണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്നെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. അപ്പം നമുക്ക് മലയാളം ഓർ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് മലയാളം സെലക്ട് ചെയ്താൽ 30 മാർക്സാണ് അവിടെ വരുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്താലും 30 മാർക്സാണ് നമുക്ക് വരുന്നത്. അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പം ഇതിൽ മലയാളത്തിൽ വരുന്നത് അവതാരണം, ഗദ്യം വരുന്നുണ്ട്, അവതാരണം, പദ്യം, പിന്നെ ആശയവിനിമയം, ഭാഷാജ്ഞാനം, ഇത്രയാണ് വരുന്നത്. ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് നമുക്ക് 3 സെക്ഷനാണ്: കോംപ്രിഹെൻഷൻ, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഓരോന്നിനും 10 മാർക്സ് വെച്ചിട്ട് 30 മാർക്സ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യുന്നത് 30 മാർക്കായിരിക്കും ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പാർട്ട് 2. അതായത് നമുക്ക് 3ആയിട്ടാണ് നമ്മുടെ ഈ ഒരു തേർഡ് പേപ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വരുന്നതാണ്, നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ സിലബസ് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറേയധികം സിലബസ് ഉണ്ട്. മാത്സിൻ്റെ ഉണ്ട്,
ഫിസിക്കൽ സയൻസ് ഉണ്ട്, നാച്ചുറൽ സയൻസ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ സിലബസ് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വരുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 80 മാർക്സാണ്, 80 മാർക്സാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പം സോഷ്യൽ സയൻസിൽ തന്നെ നമുക്കറിയാം, സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പെഡഗോഗി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇത്രയും ഏരിയാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി തന്നെ എന്താണ്, നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. ഈ 3 സെക്ഷനിലൂടെ നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത് 15 മാർക്സ് ആണ് വരുന്നത്. അത് 15 ക്വസ്റ്റ്യൻസ് ആണ്, 15 മാർക്സ് ആണ്. പിന്നെ വരുന്നതാണ് ജോഗ്രഫി. ജോഗ്രഫിയിലും 15 മാർക്കാണ്. അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി, കോണ്ടിനെൻറ്റ്സ് ഓഫ് ദ വേൾഡ്, പിന്നെ അതേപോലെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ഒരു 4, 5, 6, 7 സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ നിന്ന് നമുക്ക് 10 മാർക്സിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം എക്കണോമിക് ഗ്രോത്ത്, സെക്ടേഴ്സ്, എക്കണോമിക് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്, അതേപോലെ അവിടുത്തെ മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇച്ചിരി ഉള്ളതെന്ന് പറഞ്ഞ് വിട്ട് കളയാൻ നമ്മൾക്ക് പറ്റില്ല, എല്ലാം നോക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിലും നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതും സിമ്പിളാണ്, 10 ഉള്ളൂ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിടാനായിട്ട് പറ്റത്തില്ല. ഇതിലാണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ എല്ലാം പറ്റി നമുക്ക് അതിൻ്റെ അകത്ത് നോക്കിയേ പറ്റത്തുള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും സോഷ്യൽ സയൻസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണ് പെഡഗോഗി എന്ന് പറയുന്നത്. പെഡഗോഗിയിൽ നിന്ന് മാത്രം നമുക്ക് 30 മാർക്സ്, 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പെഡഗോഗി നല്ല രീതിയിൽ നമ്മൾ നോക്കണം. അതിൻ്റെ അകത്ത് പെഡഗോഗി എന്താണ്, അതിൻ്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ്, അതേപോലെ ഇമ്പോർട്ടൻസ്, നാഷണൽ ഗോൾസ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ എങ്ങനെയായിരിക്കണം, ക്വാളിറ്റീസ് എങ്ങനെയായിരിക്കണം, ക്വാളിഫിക്കേഷൻസും പ്രൊഫഷണലിസവും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പെഡഗോഗിയിൽ നമുക്ക് നോക്കാനുണ്ട്. പെഡഗോഗിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവറി നമുക്ക് 10 മാർക്കിനെ ആ ഏരിയ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിടാനായിട്ട് പറ്റത്തില്ല. ആ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഹിസ്റ്ററി ഫോക്കസ് ചെയ്യണം. 80 മാർക്കിനാണ്, നല്ല വാസ്റ്റ് ഏരിയ ആണ്, അത് പഠിച്ചു പോകണം. നമ്മൾ പഠിക്കാൻ നേരം നോട്ട്സ് നമുക്ക് റെഡിമെയ്ഡായിട്ട് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കും വെച്ചിട്ട് നമുക്ക് സോഴ്സസ് ഉണ്ട്, സോഴ്സസ് വെച്ച് നമ്മൾ നോട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇമ്പോർട്ടൻസ് ഉള്ള പോർഷൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നമ്മൾ വൃത്തിക്കത് പഠിക്കണം. നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ സയൻസ് കേട്ടിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ SCERTയുടെ സ്കൂളിലെ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് പഠിക്കണം. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതേപോലെ പെഡഗോഗി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. MCQ നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയേക്കാം. അപ്പം അത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻ നെക്സ്റ്റ് വീഡിയോ വി വിൽ സ്റ്റാർട്ട് സൈക്കോളജി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.